ഈശോമിശിഹായിരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 60-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം ബാല്യം നമ്മൾ ഇതുകൊണ്ട് ഉപസംഹരിക്കുകയുമാണ്. ഇവിടെ നമുക്കറിയാം, ഈശോ ആ ഉത്സവ പറമ്പിൽ വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതിൽ തന്നെ വാൾത്തോർത്തായെ ഒരു ഭാഗമാക്കുകയാണ്. അതുകൂടാതെ ഉത്സവം കഴിഞ്ഞിട്ട് അതിനെ വിലയിരുത്തുന്നത് പോലെ വാൾത്തോർത്തായോട് ആ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലവും വിശദീകരണവും ഉപദേശവും എല്ലാം ഈശോ നൽകുന്നുണ്ട്. ഈശോയും പരിശുദ്ധ കന്യാമറിയവും നൽകുന്നുണ്ട്. അത് വളരെ സുന്ദരവുമാണ്. അതും വാൾത്തോർത്ത ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചില ഉദ്ധരണികൾ ഞാൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഉദ്ധരിക്കുകയാണ്. അതിൽ ചില ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാക്കാൻ വേണ്ടിയും ഒക്കെ ചില വ്യത്യാസങ്ങൾ, പക്ഷേ ആശയത്തിൽ മാറ്റം ഒന്നും വരാതിരിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ആ ഉദ്ധരണികൾ ഇങ്ങനെയാണ്: നമ്മൾ പ്രത്യാശയിൽ തുടരണം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇത് യോവാക്യം അന്നയോട് പറയുന്നതാണ്. നീതിമാൻ എപ്പോഴും ജ്ഞാനമുള്ളവരാണ്. ഈശോയെ യോവാക്യനെയും അന്നയെയും കുറിച്ച് പറയുന്നതാണ്. നിത്യമായ ജ്ഞാനം ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ രാത്രി സ്വപ്നത്തിലൂടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കുന്നു. ഈശോ പറയുന്നതാണ്. അവർ ഒരു കുഞ്ഞിന് വേണ്ടി സ്വപ്നം കണ്ടു, എന്നാൽ അവരുടെ വിശ്വസ്തമായ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ അമ്മയെ ലഭിച്ചു. ഈശോ തന്നെ യോവാക്യമിനെയും അന്നയെയും കുറിച്ചും പറയുന്നതാണ്. ഈ കുഞ്ഞ് നമ്മുടേതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റേതാണ്. കന്യാമരിയെക്കുറിച്ച് മാതാപിതാക്കൾ പറയുന്നു. ഈ ദേവാലയം അതിൻ്റെ അന്ത്യത്തിലാണ്. നൂതനവും നിത്യവുമായ ഒന്ന് ഉണ്ടാകാൻ പോകുന്നു. ഈശോ ആ ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് ദുഃഖത്തോടെ പറയുന്നതാണ്. ആത്മാവിന് പ്രകാശവും ജ്ഞാനവും നൽകുന്നത് കൃപാവരവും അതിനെ തടയുന്നത് പാപവുമാണ്. ഈശോ പറയുന്നതാണ്. പ്രപഞ്ചത്തിൽ മുഴങ്ങുന്ന ശബ്ദമില്ലാത്ത വാക്ക്, ദൈവം എന്നുള്ള വാക്ക് വായിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ജീവിതം ആസ്വദിക്കുന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ഈശോ പറയുന്നതാണ്. അരൂപി വസിക്കുന്ന ശരീരമാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി. പ്രപഞ്ചം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അനുസരണവും സ്നേഹത്തെ അറിയാനും സ്വന്തമാക്കാനും അത് പഠിപ്പിക്കുന്നു. കന്യകയെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. കന്യകയുടെ പരിശുദ്ധയെ നോക്കി പ്രലോഭനങ്ങളെ നമുക്ക് ജയിക്കാം. പാപമില്ലാത്തവർക്ക് പ്രസവവേദനയും മരണത്തിൻ്റെ വേദനയും ദുഃഖത്തിൻ്റെ വേദനയും ഇല്ല. ഞാൻ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് മാതൃകയായി നൽകുന്നു. കൃപാവരം നഷ്ടപ്പെട്ടപ്പോൾ ഞാനും അകന്നുപോയി. ക്രിസ്തുവിൻ്റെ യോഗ്യതയോട് ചേർന്ന് നിൽക്കുന്നവരിൽ കൃപാവരം പുനഃസ്ഥാപിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും പൂർണ്ണതയിലാകുക. നല്ല മനസാക്ഷി സമാധാനപൂർണമായ മരണം നൽകുന്നു. ആത്മാവിൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യവും. പരമമായ ബുദ്ധി, എല്ലാം അറിയുന്ന മനസ്സ്, എല്ലാം കാണുന്ന കണ്ണ്, ഇതാണ് ദൈവം. ദൈവത്തിന് അനുരൂപരായവരിലേക്കും ഇത് പ്രവഹിക്കുന്നു. കൃപാവരത്താൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യ മനസ്സ് മഹത്തരമാണ്. 3 ദൈവിക ആളുകളും വസിക്കുന്ന കൂടാരമാണ് കൃപാവരം. അതിനാൽ സ്നേഹവും ജ്ഞാനവും അരൂപിയും ലഭിക്കുവാൻ കൃപാവരം വേണം.
എൻ്റെ ആത്മാവിന് മറ്റൊരു സ്നേഹമില്ല. എൻ്റെ ആസ്തിത്വം മുഴുവൻ നിൻ്റേതാണ്. എൻ്റെ കഴിവും പുരോഹിതൻ എന്ന നിലയിലുള്ള അധികാരവും അവളുടെ സേവനത്തിനായി നൽകുന്നതോടൊപ്പം എൻ്റെ ത്യാഗവും സമർപ്പിക്കുന്നു. ജോസഫ് മേരിയോട് പറയുന്നതാണ്. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നില്ല, ആത്മാവ് കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം ദൈവദൂതന്മാരുടെ സ്നേഹം പോലെ ആയിരിക്കണമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യാം. എനിക്ക് ലൗകികമായി ഒന്നുമില്ല. ആകെയുള്ള നിധി എൻ്റെ വിരക്തിയാണ്. അത് നിത്യകന്യയായ നിന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ജ്ഞാനം നീതിമാനെ വിശുദ്ധനും ദൈവത്തിൻ്റെ മണവാട്ടിയുടെയും ദൈവപുത്രൻ്റെ അമ്മയുടേതുമാക്കുന്നു. ലോകത്തെ വിലയ്ക്ക് വാങ്ങുവാനുള്ള പണം ആത്മബലി നടത്തുന്ന ആത്മാക്കളാണ്. ബലി അർപ്പിക്കപ്പെട്ട ആത്മാക്കൾ എന്ന നിലയിൽ നമ്മൾ സഹോദരങ്ങളാണ്. ആത്മാവിനെ സ്നേഹിക്കുകയും അതിനോട് സംസാരിക്കാൻ പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്രയധികം സത്യങ്ങൾ അത് നമ്മളെ ബോധ്യമാക്കുമായിരുന്നു. കൃപാവരത്തിലുള്ള ആത്മാവിന് സ്നേഹമുണ്ട്, അവിടെ ദൈവവുമുണ്ട്. ശരിയായ ജീവിതം ജീവൻ്റെ നിയമങ്ങൾ അറിഞ്ഞ് പാലിക്കുന്നതാണ്. മറ്റുള്ളവർ ദൈവത്തിലേക്ക് ചവിട്ടിക്കരയാനുള്ള പടി ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കൃപാവരപ്രസാദത്തിൽ നന്മയെ തിരിച്ചറിയുന്നു. ജോസഫിൻ്റെ പക്കൽ ഏൽപ്പിച്ച എൻ്റെ കന്യത്വം അമ്മയുടെ കയ്യിലിരിക്കുന്ന ശിശുവിനേക്കാൾ സുരക്ഷിതമായിരുന്നു. ഞങ്ങളുടെ എല്ലാ വേലകളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ആസ്തിത്വം മുഴുവൻ ആമക്തമായിരുന്നു. പ്രാർത്ഥന സജീവമാകുന്നത് യഥാർത്ഥ സ്നേഹത്തോടും ത്യാഗത്തോടും ആകുമ്പോഴാണ്. കർത്താവിന് സ്തുതി ഉണ്ടാകട്ടെ. എന്നിൽ നിന്നല്ല, അവനിൽ നിന്നാണ് കൃപ വരുന്നത്. പരിശുദ്ധമായ സഹിത്വം സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നില്ല. കൃപാവരങ്ങൾ ലഭിക്കുമ്പോൾ ദാനങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ സ്വന്തമാക്കിയത് നിത്യതയുള്ള ദുഃഖത്തിലൂടെയാണ് എന്നോർക്കുക. എന്നെ തന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കണം. എത്ര ന്യായങ്ങൾ ക്ഷമയ്ക്കെതിരായി ഉണ്ടായാലും ഉത്തമ സ്നേഹം അത് സാധ്യമാക്കുന്നു. ദൈവമഹത്വത്തിനായി മാത്രം വെളിപ്പെടുത്തേണ്ടവ ഒഴിച്ച് ബാക്കി കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് വലിയ എളിമയാണ്. രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള മൂടുപിടം നമ്മൾ മാറ്റണ്ട, ദൈവം തന്നെ മാറ്റട്ടെ. കൂടുതൽ ഉയർന്ന നിലയിൽ സ്വർഗത്തിൽ എത്തുന്നത് ലോകത്തിന് കൃപാവരം ലഭിക്കുവാനായി കൂടുതൽ വേദന ഏറ്റെടുത്തിട്ടുള്ളവരാണ്. ഒരു വൈദികന്റെ ആത്മാവിനെ രക്ഷിക്കുമ്പോൾ ധാരാളം ആത്മാക്കളുടെ രക്ഷ നേടുന്നു. അരൂപിയില്ലാത്ത അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന വൈദികന് സത്യം വെളിപ്പെടുത്തപ്പെടുന്നില്ല. എന്നാൽ എളിയ വിശ്വാസിക്ക് അത് നൽകുന്നു. അഭ്യാസവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കുറവാണ് രാത്രിയും പകലും തമ്മിലുള്ള അന്തരം. പിശാച് തനിക്ക് കീഴ്പ്പെടുത്തുവാൻ പറ്റാത്ത ആത്മാക്കളെ നിരാശയിലാക്കുവാൻ ശ്രമിക്കുന്നു. നിർമ്മലമായ മനസാക്ഷി പ്രവൃത്തികളെ നേരായി നയിച്ച് സമാധാനം നൽകുന്നു. അവൻ മഹാനായിരുന്നതിനാൽ എളിമയുള്ളവനായിരുന്നു. ലോകത്തിൻ്റെ വലിപ്പം ദൈവനിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ആത്മീയ കാര്യങ്ങൾ നിഷേധിക്കുന്നവർ ശലഭമാകുവാൻ കഴിയാത്ത പുഴുക്കളാണ്. സ്വാർത്ഥത കൂടാതെ ആത്മീയ കാര്യങ്ങൾക്കും ദൈവമഹത്വത്തിനുമായി പ്രാർത്ഥിക്കുന്നവർ ദുർലഭമാണ്. ചരിത്രത്തോടെ പരസ്പരം സ്നേഹിക്കുന്നവർ പൂർണ്ണരായിത്തീരുന്നു. എൻ്റെ ഈശോയ്ക്ക് സന്തോഷം തോന്നണമെങ്കിൽ സ്നേഹം വേണം. ആധ്യാത്മിക കാര്യങ്ങളിൽ ഞങ്ങളുടെ ഹൃദയം നിക്ഷേപിക്കുക. ശേഷമുള്ളതെല്ലാം അനാവശ്യമാണ്. നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഈശോ കൂടെയുള്ളപ്പോൾ എല്ലാമുണ്ട്.
രക്തസാക്ഷിത്വം അടങ്ങിയിരിക്കുന്നത് പീഡനത്തിൻ്റെ കാഠിന്യത്തിലല്ല, പ്രത്യുത രക്തസാക്ഷി എത്ര സ്ഥിരതയോടെ സഹിക്കുന്നു എന്നതിലാണ്. താൻ എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കരുത്. വേദനയുടെ സമ്മർദ്ദം വളരെ തീവ്രമാണ്. സ്വയം വഴികാട്ടിയാകുവാൻ തക്ക ശക്തി ലഭിക്കുക അസാധ്യമാണ്. ആമേൻ.